നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൃഷിയിൽ നേട്ടവുമായി യുവാക്കൾ. 100 മേനി കൊയ്ത് എറണാകുളം സ്വദേശികൾ. കൃഷി 10 ഏക്കറിൽ. മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാൻ സൗജന്യ നീന്തൽ പരിശീലനം. കാസർകോട്ടെ ശശിധരന്റെ കീഴിൽ പരിശീലനം നേടി നിരവധി പേർ. ചെറുവത്തൂരിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷി. 50 സെന്റിലെ കൃഷിയിൽ മികച്ച വിളവ്. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ പുള്ളി ഭഗവതി തെയ്യം കെട്ടിയാടി. അപൂർവ തെയ്യത്തെ കാണാൻ നിരവധി ഭക്തർ. വാർത്തകളിലേക്ക് വിശദമായി. കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം ശ്രദ്ധേയമാകുന്നു. ജലസേചന വകുപ്പിന്റെ തടയണ ഉപയോഗപ്പെടുത്തി നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നത്. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ പരിശീലനത്തിനായി എത്തുന്നത്. കുറ്റിക്കോൽ അത്തിയടുക്കത്ത് 15 വർഷം മുമ്പ് പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണയാണ് 2019 മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം 450ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനം നേടിയത്. ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തൽ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളും ഉണ്ട്. സിവിൽ ഡിഫൻസ് അംഗം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലനത്തിൽ പ്രാവീണ്യം ലഭിച്ച ശശിധരൻ നാട്ടിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി സന്നദ്ധ സേവനത്തിന് ഇറങ്ങുകയായിരുന്നു. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് മുങ്ങിമരണങ്ങളാണ് ഏകദേശം നമ്മളത് കേൾക്കുന്നത്. കാരണം ഒഴുക്കിൽപ്പെട്ടൊന്നും നീന്താൻ അറിയാത്ത, ഇപ്പോൾ ഏകദേശം കുട്ടികൾ 1-2 പേർക്ക് നീന്താൻ അറിയാം, കൂടെ പോയവർക്ക് നീന്താൻ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വെള്ളത്തിൽ പോയിട്ട് അതുപോലത്തെ അനുഭവം നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതും കൂടി നമുക്ക് ഇതിലൂടെ, അത് മാത്രമല്ല അവരെ രക്ഷ മാത്രമല്ല പിന്നെ ഒരാളെയും കൂടി രക്ഷയാണ് നമ്മൾ അവരിലൂടെ കാണുന്നത്. കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി ഇവിടെ എത്തുന്നത്. സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ കുട്ടികളും മുതിർന്നവരും എത്തുന്നു. 5 വയസ്സിലാണ് ഞാൻ ഇവിടെ നീന്താൻ വന്നുകൊണ്ടുണ്ടായത്. ഇപ്പം 2 വർഷമായി ഞാൻ ഇപ്പോൾ വരുന്നത്. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സപ്പോർട്ടിനായി കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്വിമ്മിങ്ങിന് നല്ല റിലാക്സ് ആണ്. അതുകൊണ്ട് എനിക്ക് 4 ടൈപ്സ് ആയിരുന്നു നീന്താൻ അറിയുന്നത്. ബട്ടർഫ്ലൈ അറിയും, ബാക്ക് സ്ട്രോക്ക് അറിയും, ഫ്രീ സ്റ്റൈൽ അറിയും. ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്തിയടുക്കത്തെ മാതൃക പിന്തുടർന്നാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കാസർഗോഡ്. കാർഷിക മേഖലയിൽ യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് എറണാകുളം സ്വദേശികളായ 2 യുവാക്കൾ. 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കി 100 മേനി വിളവ് കൊയ്തിരിക്കുകയാണ് ഇരുവരും. കാവക്കാട് സ്വദേശി ഫ്രാങ്ക്ലിനും വാഴക്കുളം മുല്ലപ്പുഴച്ചാൽ സ്വദേശി ജെറിൻ ജോർജുമാണ് പാട്ടത്തിനെടുത്ത 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. 3 വർഷമായി പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്തു വരുന്ന ജെറിനും ഫ്രാങ്ക്ലിനും ഇത്തവണ നെൽകൃഷി ഇറക്കുകയായിരുന്നു. തരിശായി കിടന്ന 1 ഏക്കർ പാടമായിരുന്നു ആദ്യമായി കൃഷിക്ക് തയ്യാറാക്കിയത്. ഇത് വിജയം കണ്ടതോടെ സമീപത്തെ പാടം ഉടമകളും ഇവർക്ക് കൃഷി ഇറക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. ഇതോടെയാണ് 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്ത് വിജയം കൊയ്തിരിക്കുന്നത്. പൊന്മണി ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളാണ് വിതച്ചത്. വിദേശ രാജ്യങ്ങളിലേക്കടക്കം മികച്ച ജോലി തേടി പോകുന്ന യുവതലമുറയ്ക്ക് പ്രചോദനം കൂടിയാണ് തങ്ങളുടെ കൃഷിയെന്ന് IT പ്രൊഫഷണൽ കൂടിയായ ജെറിൻ ജോർജ് പറഞ്ഞു. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ അറിഞ്ഞത്. ഇന്നത്തെ യുവതലമുറ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളത് ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും 3 അല്ലെങ്കിൽ 2 നേരം ചോറ് കഴിക്കുന്നവരാണ്. ആ ചോറ് നമ്മുടെ മേശപ്പുറത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്. തരിശുപാടങ്ങൾ കൃഷിയിറക്കി ഏവർക്കും മാതൃകയാകുക എന്ന ലക്ഷ്യത്തോടെയാണ്
പ്രവർത്തനമെന്ന് ഫ്രാങ്ക്ലിനും പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മികച്ച വിജയം കണ്ടെത്തുന്നതിന് സഹായകരമായത്. നമ്മളിവിടെ ഏകദേശം ഒരു 10 ഏക്കർ അടുത്ത സ്ഥലമാണ് കൃഷി ചെയ്തേക്കുന്നത്. ഈ പ്രാവശ്യം കൃഷി ചെയ്തേക്കണ വിത്ത് പൊന്മണിയാണ്. നമ്മളിത് നടുവല്ല ചെയ്തേക്കണേ, വിതച്ചാണ് കൃഷി ചെയ്തേക്കണേ. അതിനൊക്കെ ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു. നെൽകൃഷി വിളവെടുക്കുന്നതോടെ പുതിയ സ്ഥലങ്ങളും ഏറ്റെടുത്ത് പുതിയ പുതിയ കൃഷി രീതികളും കൃഷികളും പഠിക്കുന്നതിനും കൃഷി ഇറക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ന്യൂസ് 18 കോതമംഗലം. 83-ാം വയസ്സിലും കായിക രംഗത്ത് വിജയം കൈവരിക്കുന്ന പത്മനാഭൻ നായർ കോഴിക്കോട് പേരാമ്പ്രക്കാരുടെ അഭിമാനമാണ്. ഹൈദരാബാദിലെ ഗച്ചിബൌലി സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പ്രായത്തെ വെല്ലുന്ന പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. പ്രായം ഒരു അക്കം മാത്രമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ഹൈ ജമ്പിൽ സ്വർണം, ലോങ് ജമ്പിൽ വെങ്കലം. പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശി പത്മനാഭൻ നായർ ചെറുപ്പത്തിന്റെ വിജയതൃഷ്ണ കൈവിട്ടിട്ടില്ല. ഓരോ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോഴും ചിട്ടയായ പരിശീലനം തന്നെയാണ് 84-കാരന്റെ വിജയരഹസ്യം. 2 തവണ സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും വെള്ളിയും നേടിയിട്ടുണ്ട്. പാലയിൽ പോയി ആടുന്ന് പിന്നെ 2 ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ തുടർച്ചയായി ഓല് വിളിക്കും. അതിനിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം പോയി കിട്ടി. ഇന്നേരാന്ന് പിന്നെ ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഞാനപ്പോൾ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആരോടും പറഞ്ഞ് നാട്ടിലൊന്നും പറയാണ്ട് പോരാ. ചില ആടെത്തിയവരെ വലിയ ഭയങ്കരന്മാരാണ് സിഖുകാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഭയങ്കരന്മാരെ. ഓലോട് കളിച്ചൊരു ഗോൾഡ് മെഡൽ കിട്ടി. അന്നേരം തന്നെ എനിക്ക് വലിയ സന്തോഷം വന്നി. പിന്നെ നാട്ടുകാരെ സപ്പോർട്ട് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുമായിരുന്നു പ്രധാന എതിരാളികൾ. യുവാക്കൾ പോലും കായികശേഷിയിൽ പുറകിൽ നിൽക്കുമ്പോൾ മാതൃകാപരമായ നേട്ടമാണ് ഇദ്ദേഹത്തിന്റേതെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഒരു കാലത്ത് നാട്ടിലെ അറിയപ്പെടുന്ന വോളിബോൾ, ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു പത്മനാഭൻ നായർ. അമ്പയത്തിലും കമ്പവലിക്കും മികവ് പുലർത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പേരാമ്പ്ര. കാസർഗോഡ് ചെറുവത്തൂരിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ്. പാട്ടത്തിനെടുത്ത 50 സെന്റ് ഭൂമിയിലായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ മാതൃകാ കൃഷിത്തോട്ടമായ കൈതക്കാട് വാർഡിലെ ഉഷസ് JLC ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ വിളവെടുത്തത്. ഗ്രൂപ്പ് അംഗങ്ങളായ M ചന്ദ്രമതി, K ദേവകി, കമലാക്ഷി, സുചിത്ര എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത്. തണ്ണിമത്തന് പുറമെ ഓണം സീസണിൽ ചെണ്ടുമല്ലിയും ചീരയും കൃഷി ചെയ്യാറുണ്ട്. ഏകദേശം 4 ക്വിന്റൽ തണ്ണിമത്തനാണ് ഇത്തവണ വിളവ് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവിൽ കുറവ് വന്നെങ്കിലും കൃഷി ലാഭകരം തന്നെയാണ്. ഇതിനു പുറമെ കുടുംബശ്രീയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും. 50 സെന്റ് ഭൂമി പാട്ടത്തിനെടുത്ത് ഡിസംബറിലാണ് കൃഷി ഇറക്കിയത്. 65-ാം ദിവസം വിളവെടുക്കാറായപ്പോൾ തോട്ടത്തിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാനായി ആവശ്യക്കാരും കൃഷിയിടത്തിലെത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വരും നാള് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു മാതൃകാപരമാവുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സഹോദരിമാർ ചെയ്തത്. ഏറ്റവും നന്നായി തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള CDS അംഗങ്ങളുടെ അല്ലെങ്കിൽ CDSന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു കൈത്താങ് ഇവർക്ക് നൽകിയാണ് JLGയും അതുപോലെ തന്നെ മറ്റുള്ള സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ കുടുംബശ്രീക്ക് ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. CDS ചെയർപേഴ്സൺ ശ്രീജ ദിലീപ്, വാർഡ് മെമ്പർ ബുഷറ, മറ്റ് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ചെറുവത്തൂർ. കൃഷിയിൽ മികച്ച മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂരിലെ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. 34 ഏക്കറിലാണ് പയറും പച്ചക്കറിയും വിളയിക്കാനൊരുങ്ങുന്നത്. കാർഷിക വികസനം ലക്ഷ്യം വെച്ച ബാങ്ക് ആവിഷ്കരിച്ച ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷി. കണ്ണൂരിലെ കതിരൂർ എരുവട്ടിവയലിൽ ഇത്തവണ പയറും പച്ചക്കറിയും വിളയിക്കാനൊരുങ്ങുകയാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. എല്ലാവരും ഒറ്റക്കെട്ടായി പാടത്തിറങ്ങി വിത്തിട്ടപ്പോൾ എരുവട്ടിവയലിൽ ഗതകാല സ്മരണകൾ ഉണർന്നു. കാർഷിക വികസനം ലക്ഷ്യം വെച്ച് ബാങ്ക് ആവിഷ്കരിച്ച കൃഷി ജീവനം പദ്ധതിയായ ഹരിത സമൃദ്ധിയുടെ ഭാഗമായാണ് എരുവട്ടിവയലിൽ 34 ഏക്കറിൽ പയർ പച്ചക്കറി കൃഷി ആരംഭിച്ചത്.
വിത്തിടൽ ചടങ്ങ് സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. നാടൻപാട്ടു കലാകാരൻ അഖിൽ ചന്ദ്രനും സംഘവും നാടൻപാട്ടും പ്രാദേശിക കലാകാരികളുടെ കൈകൊട്ടിക്കളി എന്നിവയും അവതരിപ്പിച്ചു. ന്യൂസ് 18 കതിരൂർ. കണ്ണൂർ പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ഉഗ്രരൂപിണിയായ പുള്ളി ഭഗവതി തെയ്യം കെട്ടിയാടി. തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ ഉറഞ്ഞാടിയ അപൂർവ തെയ്യത്തെ കാണാൻ നിരവധി വിശ്വാസികളാണ് ക്ഷേത്രമുറ്റത്ത് ഒത്തുകൂടിയത്. രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭയാനകമായ തെയ്യക്കോലമാണ് പുള്ളി ഭഗവതി. പ്രത്യേക തരത്തിൽ അഗ്രമരിഞ്ഞ മോതിരക്കെട്ടിട്ട തുണു ശൈലിയിലുള്ളതാണ് മുടി. മുടിയിലും വിരലുകളിലും അരയൂടയിലും തീപ്പന്തങ്ങളാണ് തെയ്യത്തിന് ആഭരണങ്ങൾ. പ്രത്യേക തരത്തിലുള്ള മുഖത്തെഴുത്തും പുള്ളികുത്തും പൊയ്ക്കണ്ണും തെയ്യത്തിന്റെ ഭയാനകത വർദ്ധിപ്പിക്കും. കാളിയാർമടയിൽ പിറവികൊണ്ട മൂർത്തി ചേടകവാളുകളുമായി വെള്ളാട്ട് ദേവത്താറെ കാണാനിറങ്ങി. ഉഗ്രഭാവത്തിൽ ദേവത്താറുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പുള്ളി ഭഗവതിയോട് എന്തിനാണ് വന്നതെന്ന് ദേവത്താർ ചോദിച്ചു. മനുഷ്യരെ ഭക്ഷിപ്പാൻ എന്ന മറുമൊഴിയിൽ കോപാകുലനായ ദേവത്താർ പുള്ളി ഭഗവതിയുടെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു പറഞ്ഞയച്ചു എന്നാണ് ഐതിഹ്യം. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ ഭഗവതി ആദ്യമായി എത്തിയത് പയ്യന്നൂർ കാപ്പാട്ടുവളപ്പിലാണ് എന്നാണ് വിശ്വാസം. ന്യൂസ് 18 പയ്യന്നൂർ. ഇനി ഇന്നറിയാൻ. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന സഹകരണ റിസ്ക് ഫണ്ട് പദ്ധതി പ്രകാരമുള്ള ധനസഹായ വിതരണം തൊടുപുഴയിൽ മാർച്ച് 5-ന് രാവിലെ മന്ത്രി VN വാസവൻ നിർവഹിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ സഹകരണ ബാങ്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത ശേഷം മരണപ്പെടുകയോ മാരകരോഗം ബാധിക്കുകയോ ചെയ്തിട്ടുള്ളവർ, ആശ്രിതർ എന്നിവർക്കാണ് ധനസഹായം വിതരണം ചെയ്യുക. കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബുക്ക് ഡിപ്പോയിൽ നിന്നും 2024-25 അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ വിവിധ സ്കൂൾ സൊസൈറ്റികളിലേക്ക് വിതരണം ചെയ്യുന്നതിന് വാഹന ഉടമകളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ ക്വട്ടേഷൻ ക്ഷണിച്ചു. ക്വട്ടേഷനുകൾ മാർച്ച് 11-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി ജില്ലാ മിഷൻ ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് ലഭ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ്. എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ട്രെയിനിംഗ് സെന്ററിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പത്തനംതിട്ട തുമ്പമൺ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച OP ഡെന്റൽ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിക്കും. ഇന്ന് 11 മണിക്കാണ് ഉദ്ഘാടനം. നൈപുണ്യ വികസന പരിശീലന കേന്ദ്രമായ ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ സൗജന്യ ഡാറ്റ എൻട്രി പരിശീലനത്തിന് 15-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 7-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം.
ആലപ്പുഴ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും വിവിധ പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കുടിശ്ശിക തീർപ്പാക്കാൻ കാലാവധി നീട്ടി. മാർച്ച് 31 വരെ സമയം ദീർഘിപ്പിച്ചതായി പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ ഖാദി വിപണന മേളകൾ മാർച്ച് 4 മുതൽ 22 വരെ സംഘടിപ്പിക്കും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള ഇലന്തൂർ, അടൂർ, റവന്യൂ ടവർ, പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷൻ, റാന്നി, ചേത്തോങ്കര എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഖാദി സൗഭാഗ്യങ്ങളിലാണ് വിപണന മേളകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ഖാദി തുണിത്തരങ്ങൾക്ക് സർക്കാർ റിബേറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ RSBY, കാസ്പ്, JSSK, RDSK, ആരോഗ്യകിരണം എന്നീ വിഭാഗങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് CT സ്കാനുകൾ ചുരുങ്ങിയ നിരക്കിൽ ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. മാർച്ച് 18-ന് ഉച്ചയ്ക്ക് 11 മണിവരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ടെൻഡർ ഫോമുകൾ ലഭിക്കും. തൃശൂർ ചേറ്റുവ കടപ്പുറം സാമൂഹ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട്. VHCയും MLTയുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ മാർച്ച് 11 ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കുക. ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് 2024-25 വർഷത്തിൽ എക്സ്റേ, ഫിലിം, ലാബ് റിയേജൻസ് എന്നിവ നൽകുന്നതിന് താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഫോമുകൾ മാർച്ച് 11-ന് ഉച്ചയ്ക്ക് 11 മണിവരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ അടിമാലി താലൂക്ക് ആശുപത്രി ഓഫീസിൽ നിന്ന് ലഭ്യമാണ്. തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ വർക്കല പാപനാശത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. റിസോർട്ടുകളിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത് കാരണം വിനോദസഞ്ചാരികൾ മൂക്കും പുത്തി പോകേണ്ട അവസ്ഥയിലാണ്. ജനാർദ്ദന സ്വാമി ക്ഷേത്രക്കുളത്തിൽ നിന്നും ചെറുതോട് വഴി ഒഴുകിയെത്തുന്ന വെള്ളം പാപനാശം കടൽ തീരത്താണ് എത്തുന്നത്. സമീപത്തെ റിസോർട്ടുകളിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും കടകളിൽ നിന്നുള്ള മലിനജലവും ഈ തോടിലേക്കാണ് ഒഴുക്കിവിടുന്നത്. മാലിന്യങ്ങൾ ചെറുതോട് വഴി ഒഴുകി തീരത്തെത്തുന്നത് മൂലം ദുർഗന്ധവും പടരുകയാണ്. സഞ്ചാരികൾ കൈകാലുകൾ കഴുകുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. നിരവധി പ്രാവശ്യം ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിർബാധം തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിയാണ്. അതുവഴി പോകുന്നവർക്കറിയാം, മൂക്കുകൊത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വെള്ളം പോയി നിൽക്കുന്നത്, ഒഴുകി ചെന്ന് നിൽക്കുന്നത് പാപനാശത്ത് ഒരു പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. ഇത് നമ്മുടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് ഇതിനകത്ത് കൈകാലുകൾ കഴുകുകയും ചിലർ വായിൽ കൊള്ളുന്ന ഒരു അവസ്ഥ പോലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് കാണുന്ന നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നും. ഇങ്ങനെ ഇത്രയും മലിനമായ ജലത്തിൽ അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ നഗരസഭയ്ക്കോ മറ്റ് ഏജൻസികൾക്കോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത കൂടുതലാണെന്ന് നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഹെലിപാഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ നിന്നും രാത്രി 12 മണിക്ക് ശേഷം മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കടലിലേക്ക് ഒഴുക്കുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. മലിനജലം തീരത്തേക്ക് ഒഴുക്കിവിടുന്ന റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വർക്കല. തൃശൂർ മണലൂരിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മണലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. ജനുവരി 1 മുതൽ ഇവിടെ വില്ലേജ് ഓഫീസറില്ല. റേഷൻ വ്യാപാരികൾ ഈ മാസം 7-ന് കടകളടച്ച് പ്രതിഷേധിക്കും. വ്യാപാരികൾ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPCS നിയമം പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത്. കായംകുളത്ത് നടന്ന മേഖലാ കൺവെൻഷൻ ട്രഷറർ അജി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു.
തിരുവനന്തപുരം വർക്കലയിൽ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സ്വകാര്യ ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാകുന്നു. ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ എത്താതായതോടെ യാത്രക്കാർ തിരക്കേറിയ ജംഗ്ഷനിലും കടത്തിണ്ണകളിലും ബസ് കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. വർക്കലയിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് കാരണമുള്ള ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച വർക്കല മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് പാർക്കിംഗ് കേന്ദ്രമായി മാത്രം ഒതുങ്ങി. വർക്കലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികളിലൊന്നാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പ്രധാന റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൂടിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. വസ്തുവിനായി മാത്രം കോടിക്കണക്കിന് രൂപ നഗരസഭ ചെലവാക്കിയിരുന്നു. എന്നാൽ 2004 ഉദ്ഘാടനം കഴിഞ്ഞ സമയം മുതൽ തന്നെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കാതെയായി. കവാടത്തിന് മുന്നിൽ തന്നെ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തുകൊണ്ട് സർവീസ് നടത്തുന്ന പ്രവണതയ്ക്ക് സ്വകാര്യ ബസ് ജീവനക്കാർ ചുക്കാൻ പിടിച്ചു. ചോദ്യം ചെയ്താൽ പലപ്പോഴും സംഘർഷത്തിനിടയാക്കും. സ്റ്റാൻഡിനുള്ളിലെ കാത്തിരിപ്പ് കേന്ദ്രം നശിച്ചു തുടങ്ങി. ഭിക്ഷാടകരും മദ്യപാനികളും ഇവിടം താവളമാക്കി. ഇതിനുള്ളിൽ 18ഓളം ഹബ്ബുകളും ഗട്ടറുകളുമുണ്ട്. നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടന്ന ചർച്ചകളിൽ റോഡ് നവീകരിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന നിർദ്ദേശമുയർന്നു. റോഡ് റീടാർ ചെയ്തു, എന്നിട്ടും അവസ്ഥ പഴയപടി തന്നെ. പല പ്രാവശ്യം RTOയും ഒക്കെ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് അവരുടെ ഉള്ളിലോട്ട് ബസ് പാർക്ക് ചെയ്യണം, അവിടുന്ന് ആളിനെ എടുക്കണം, ആളിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും അതിന് തയ്യാറാവാത്തൊരവസ്ഥയാണ്. ഇടയ്ക്ക് വെച്ച് അവർ അവിടെ റീടാർ ചെയ്താൽ മാത്രമേ അതിനകത്തോട്ട് വണ്ടി കയറ്റാൻ ഒക്കൂ എന്നുള്ളൊരു ഡിമാൻഡാണ് ഇവരെല്ലാം കൊണ്ടത്, ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സും ഒക്കെ വെച്ചത്. പക്ഷേ അത് റീടാർ ചെയ്തിട്ട് പോലും വീണ്ടും പഴയപടി തന്നെ തുടരുകയാണ്. ബസ്സുകൾ കാത്ത് ആളുകൾ റോഡിൽ നിൽക്കുന്നത് അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്ന് ഒഴിവാക്കിയ ബങ്ക് കടകൾ 3 മാസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ഥാപിച്ച പുനരധിവാസം നടപ്പാക്കുമെന്ന നഗരസഭയുടെ ഉറപ്പും ഫലം കണ്ടില്ല. വർക്കല നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാത്ത ബസ് ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. രീതിയിൽ ബസ്സുകൾ കയറി വരുന്നതും ആളുകളെ ഇറക്കുന്നതും കൊണ്ടുപോകുന്നതിന് ഇപ്പോഴും ഒരുപാട് അപാകതയുണ്ട്. അവർ ഇത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ബസ്സുകളുടെ പേരിൽ ഇനി നമുക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്ന നിയമ നടപടി ചെയ്താലും അതിന് പരിഹാരം ഉണ്ടാവും. ന്യൂസ് 18 വർക്കല. കോഴിക്കോട് പയ്യോളി തിക്കോടിയൻ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നശിക്കുന്നു. PT ഉഷയുടെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയമാണ് നശിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 2 വർഷം മുമ്പ് ചുറ്റുമതിൽ പൊളിച്ചതോടെയാണ് മൈതാനത്തിന് ഈ ഗതി വന്നത്. പയ്യോളിയിൽ PT ഉഷയുടെ പേരിൽ ആദ്യമായി നിർമ്മാണം തുടങ്ങിയ സ്റ്റേഡിയമാണിത്. കായിക പരിശീലനത്തെക്കാൾ മുന്തിയ പരിഗണന നൽകുന്നത് സമീപത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും എത്തുന്നവർക്ക് പരിശീലനം നടത്താനാണ്. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നതിനിടയിലൂടെ കാറുകളും ബൈക്കുകളും പഠിക്കുന്നത് തടസ്സമാകുന്നതായി തിക്കോടി ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു കാരോളി പറയുന്നു. നമ്മളിവിടെ തന്നെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പരിശീലനം നടക്കണം. അതൊന്നും ഒരിക്കലും തടയണമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ അവർക്കൊക്കെ ഒരു നല്ലൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു അധികൃത ഭാഗത്ത് ഒരു നീക്കം നടക്കണം. കാരണം ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കണം. പിന്നെ രാവിലെ ഏകദേശം ഒരു 200ഓളം പേര് ഇവിടെ രാവിലത്തെ നടത്തത്തിന് വേണ്ടി, വ്യായാമത്തിന് വേണ്ടി വരുന്നുണ്ട്. അവർക്കൊന്നുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. വലിയ പ്രയാസം ഈ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ചുറ്റുമതിലോ മറ്റു നിയന്ത്രണങ്ങളോ ഇല്ലാതായതോടെ ഗ്രൗണ്ടിന് ചുറ്റും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നു. സ്കൂൾ അധികൃതരുടെയും കായിക പരിശീലകരുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ വിദഗ്ധ സംഘം സന്ദർശിച്ച് 2 വർഷം മുൻപ് സംരക്ഷണ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. സ്റ്റേഡിയം പടി പാതി വഴിയിലായിട്ട് 4 പതിറ്റാണ്ടായി. സ്കൂളിന്റെയും മൈതാനത്തിന്റെയും ചുറ്റുമതിൽ നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 1/2 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള ഓവുചാൽ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ സ്കൂളിന്റെയും സ്റ്റേഡിയത്തിന്റെയും ചുറ്റുമതിൽ നിർമ്മിക്കാൻ സാധിക്കൂ. ന്യൂസ് 18 പയ്യോളി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ഗ്രൂപ്പ് നടത്തിയ മില്ലറ്റ് കൃഷി വൻ വിജയം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തരിശു കിടന്ന 45 സെന്റ് സ്ഥലത്താണ് റാഗി കൃഷി നടത്തി 100 മേനി വിളവെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് മുഴുവൻ കൃഷി വ്യാപിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തരിശുകിടന്ന 45 സെന്റ് സ്ഥലത്താണ് വനിതാ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ റാഗി കൃഷി ചെയ്തത്.
ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 8 പഞ്ചായത്തുകളിലും മില്ലറ്റ് കൃഷി വ്യാപകമാക്കുക എന്നതിന്റെ ആദ്യപടിയായാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ കൃഷിക്ക് തുടക്കം കുറിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ പറഞ്ഞു. എന്താണെങ്കിലും വളരെ സന്തോഷം. നല്ല വിളവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 3 മാസം കൊണ്ട്, ഏകദേശം 3-3.25 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ കൃഷി മില്ലറ്റ് വിളഞ്ഞു കഴിഞ്ഞു. ഇനി മാറി വരുന്ന കാലഘട്ടത്തിൽ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ, പ്രത്യേകിച്ചും കൊളസ്ട്രോൾ, ഷുഗർ അടക്കമുള്ള ജീവിതജന്യ ശൈലി രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ അതിന് പരിഹാരം എന്ന നിലയിൽ കൂടുതൽ മില്ലറ്റുകളുടെ ഉപയോഗം തീർച്ചയായും ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജനയുടെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടുകൂടിയായിരുന്നു മില്ലറ്റ് കൃഷി. വിളവെടുക്കുന്ന മില്ലറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കാനാണ് തീരുമാനം. 45 ദിവസം കൊണ്ടാണ് വിളവെടുപ്പിന് മില്ലറ്റ് തയ്യാറായത്. വിളവെടുത്ത സ്ഥലത്ത് വ്യത്യസ്തമായ മറ്റ് കൃഷികൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൊല്ലം തേവലക്കര ഇണ്ടിളയപ്പൻ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഓപ്പൺ എയർ സ്റ്റേജ് സമർപ്പിച്ചു. NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് NC രാജഗോപാൽ, സെക്രട്ടറി B സുരേഷ് കുമാർ, KS വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.